എനിക്ക് മാത്രം ഇടുന്ന അത്രക്കാരൻ പെണ്ണ് എപ്പ നോക്കിയാലും ഫോണ്. സുധാര ഇത് നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. വരുന്ന മൊത്തം ഒരു മുടക്കുക. അതിനെന്താ അവർക്ക് ശരിയാതെ നമ്മയും മുടക്കുന്നില്ലേ? അല്ല, നമുക്കൊരു രണ്ടാം കെട്ടുകാരായിട്ട് നോക്കിയാലോ? നല്ല ഐഡിയ അല്ലേ? രണ്ടാം കെട്ടോ കുറെ നോക്കിയോ. അവസാനം കയറി 8 വീടും രണ്ടാം കെട്ടാ. സുധാര പിന്നെ എല്ലാം ഫ്രഷാന്ന് വിചാരിച്ചു നീ? ഞാൻ ആലോചിച്ചിട്ട് ഇനിയിപ്പം വളഞ്ഞ വഴി നടക്കൂ സുധാര. മാന്യമായിട്ട് കല്യാണം കഴിക്കാനല്ലേ പെണ്ണിനെ കിട്ടാത്തുള്ളൂ. നേരെ മറിച്ച് പ്രേമിക്കാനും ഒളിച്ചോടാനും ഇഷ്ടം പോലെ പെണ്ണിനെ കിട്ടും. അതുകൊണ്ട് എവിടുന്നെങ്കിലും ചാടിച്ചോണ്ടുവരാം. ഇനിയിപ്പോ അതേ വഴിയുള്ളൂ. ചാടിക്കാൻ ഒരുത്തിനെ ചാടിച്ച എന്റെ കഷ്ടം ഇപ്പോഴും അനുഭവിക്കുന്നു. ഇനി ബെറ്റ് തരാൻ വെറും 7 ദിവസമേ ഉള്ളൂ. എന്തിരി കണ്ണ 7 ദിവസം? 2 മണിക്കൂർ മതി. 2 മണിക്കൂർ കൊണ്ട് പ്രേമം മുളക്കും, പൂക്കും, കായ്ക്കും, വേടപ്പ് നടത്താം. അങ്ങനല്ല നടക്കുവോ? ആ കണ്ണ എനക്കെന്ന് കൊടി ബസ്സില് ഞാൻ എത്രത്തിനെ കാണുന്നുണ്ട്. 2 ദിവസം കൊണ്ട് നിന്റെ കല്യാണം നടക്കണ. നീ എന്റെ ഒപ്പം ബസ്സിൽ വാ. കണ്ണാ, തോക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടി എന്ത് നാറി മണിക്കും നിന്റെ കൂടെ നമ്മ നിൽക്കും. പ്രേമെങ്കിൽ പ്രേമം. അല്ലാണ്ട് ശ്രീചേച്ചിയുടെ പണി വന്നായിട്ടല്ല. നീ വെറുതെ എന്റെ കയ്യിൽ നിന്ന്. രവേട്ടാ, നാളെ തൊട്ട് ഞാൻ നിങ്ങളുടെ ബസ്സിൽ വരുവാടെ നടക്കും. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? എനിക്ക് ഉറപ്പുണ്ട്. ഒരുത്തി ഒരു ദിവസം കണ്ണന്റെ വിരിഞ്ഞ നെഞ്ചു ഉണ്ടക്കണ്ണു വെളുത്ത മനസ്സം കണ്ട് കണ്ണട്ടാ ഐ ലവ് യു എന്ന് പറഞ്ഞു ഓടി വരും. അത് കിടുക്കിട്ടാ. നടക്കുവോ കണ്ണേട്ടാ ഐ ലവ് യു? നിനക്ക് നടക്കൂല, കണ്ണൻ നടക്കും. വേണമെങ്കിൽ എനക്കും. ശരിക്കും നോക്കണം. കുറച്ച് കൊണ്ടുവന്നേ മാറി ഇക്കിടാങ്ങോട്ട്. പിള്ളമാർ ബാക്കോട്ടേക്ക് അല്ല, ഇങ്ങോട്ടേക്ക്. എന്റെ ഷംസു, എന്നാൽ ഈ ബുദ്ധി നമുക്ക് എന്താ ഇത്ര വൈകി തോന്നി? ബസ്സിൽ എത്രക്കാലം പെണ്ണുങ്ങളോട് കേരി ഇറങ്ങി പോവല്ലേ ഇങ്ങനെ. ഒന്നിനൊന്ന് മെച്ചം. ബസ് ഇറങ്ങിപ്പോ പറഞ്ഞോട് കണ്ണാ. തിരക്കായി പോയി, കാര്യമെല്ലാം സെറ്റായി. കണ്ണാ നീ ബാക്കി പറ. പറഞ്ഞോണ്ടിരിക്കുന്ന നിങ്ങൾ അപ്പോഴാ കയറി വന്ന്. ചിരി എന്നെല്ലാം പറഞ്ഞ പുഞ്ചിരി. സൂപ്പർ അല്ല കണ്ണ. ഷംസു അങ്ങനെ പറയല എന്റെ പെണ്ണിനെ പറ്റി. ഞാൻ സപ്പോർട്ട് ചെയ്താടോ. ആ സംഭവം ഓള് ചിരിച്ച് കുറച്ചു നേരം കഴിഞ്ഞ് എന്റെ അടുത്ത് വന്നിരുന്ന് ഒരാൾ ഇറങ്ങി പോയാരോ. പിന്നെ കഥ കുറച്ചിലേ. എന്ത് കഥ നിങ്ങൾ പറയുന്നേ? തുണ്ട് കഥ പോടാ. ഞാൻ കണ്ടിട്ടല്ല. അല്ല ഓളെ ഞാൻ കണ്ടിട്ടാണ്. ഒരു മൂപ്പരാടുന്ന ബാക്ക് വന്നിട്ട് ട്യൂൺ ചെയ്യുന്ന ആ സമയത്ത് അതിന്റെ പയ പാഴ ഗളവി ഇറങ്ങിയിട്ടേ ഇറങ്ങിപ്പോയാലോ. ഞങ്ങള് വയ്യാലെ പോയി ഇറങ്ങിപ്പോയി. എന്നിട്ട് നമ്പർ ഒപ്പിച്ച്. എപ്പോഴാ പിന്നെ അല്ലാണ്ട് പറ്റി കഴിഞ്ഞിട്ട് വിളിക്കണം. വിളിക്കോ. നമ്പർ ഫോൺ ഓഫായി പോയല്ലോ. നമ്പർ ഓർമ്മയുണ്ട്, കണക്കടാ. 811 811 811 87 87 47 355. എന്ത് പറ്റി? പൈസ ഇടുന്ന ഒറ്റാട്ടിയോ സുധാര? മറ്റേ സംഭവം എന്റെ കണ്ണ പെട്ടെന്നൊരു പെണ്ണ് വന്ന് ചിരിച്ച് ഫോൺ നമ്പർ തന്ന് പോകുമ്പോ നമുക്ക് മനസ്സിലായിക്കൂടെ ഇതേതാ സാധനം? സുധാര മറ്റേതാ? മിണ്ടടാ. മറ്റേ കേസാ? ആ മറ്റേ കേസാണ് കണ്ണ. എടാ പ്രണയം എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നുമല്ല. പിന്നെ ഒരു പെണ്ണ് നമ്മളെ ഒന്ന് നോക്കും, ചിരിക്കും, വെറുപ്പിക്കും. നമ്മളൊന്ന് നോക്കിയതണ്ട മൂക്ക് അങ്ങോട്ട് വെട്ടിക്കും. വെറുതെ കുഴപ്പമുണ്ടാക്കും, നമ്മളെ കളിയാക്കും, പ്രശ്നം ഉണ്ടാക്കും. എന്നാലും ചോർച്ച പിടിച്ച് നമ്മുടെ കൂടെ അങ്ങോട്ട് നിൽക്കോളൂ. അല്ല പിന്നെ അങ്ങനെയാണെങ്കിൽ എന്നെ സ്ഥിരമായിട്ട് വെറുപ്പിക്കുന്ന ഒരു പെണ്ണുണ്ട്. ഒരാളുണ്ട്.
ശരി എന്തല്ല എന്തല്ല ഒന്ന് കാണാൻ വന്നാ. കണ്ടോ? ഞാനൊരു കാര്യം ചെയ്യട്ടെ. ചോയ്ക്ക്. നീ എന്തിനാ എപ്പോഴും എന്നോട് ഇങ്ങനെ ചൂടാകും? നിങ്ങൾ ചൂടാവുന്ന പരിപാടി എടുത്തു വെക്കുന്നുണ്ട്. അപ്പൊ ചൂടാവുന്ന വേണം എന്നെ കാണാൻ ഭയങ്കര രസം നീ പറഞ്ഞല്ലോ. ചൂടാകുമ്പോ മാത്രല്ല, അല്ലാണ്ട് നിങ്ങളെ കാണാൻ ഒരേ രസമില്ല. ഇത് ചോദിക്കാനാ നിങ്ങൾ രാവിലെ തന്നെ ഒന്ന് ബ്ലോക്ക് ഇട്ടിനി. ശരി ഞാൻ അത് വിടും. സത്യം പറ, നിനക്ക് എന്നോട് ഭയങ്കര പ്രേമല്ലേ? രവിയേട്ടൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം കുറച്ച് മനസ്സിലായി. ഏത് രവിയേട്ടൻ? ആ ബസ്സിലെ കൊയ്യാ? എന്റെ കണ്ണാട്ടിങ്ങളെ തലക്ക് വല്ല പ്രാന്തുണ്ടാ? അല്ല, എത്ര വയസ്സായെന്നാ നിങ്ങളെ വിചാരം? 35. 35. നിങ്ങക്ക് നാണുണ്ട് ഈ വയസ്സിൽ എന്റെ എന്നോട് ഇങ്ങനെ പറയാൻ വേണ്ടിട്ട്? ഹരിതേന ഏട്ടനായി പോയി. ഷർലി മതി. എന്റെ പൊന്ന് കണ്ണാട്ടാ, നിങ്ങൾ പണ്ട് ഷീബേച്ചിനെ പ്രേമിച്ചതും ഷീബേച്ചി വീട്ടിൽ വന്നേരം അച്ഛനെ പേടിച്ചിട്ട് എനിക്ക് നിന്നെ അറിയേയില്ല എന്ന് പറഞ്ഞ് കീഞ്ഞു പറഞ്ഞതും എല്ലാം നാട്ടില് പാട്ടാണ്. പെണ്ണുങ്ങളിടയിൽ നിങ്ങൾക്ക് ഒരു പേരുണ്ട്, ചതിയൻ കണ്ണൻ. ഷർലി, കാര്യങ്ങൾ ഇത്രയും സ്ഥിതിക്ക് നീ ഈ കാര്യം ഹരിതോട് പറഞ്ഞു നിൽക്കണ്ട. ഓ, കണ്ണാ ഓക്കല്ലേ? ഇതാ രവിക്കുള്ള കോഴി. ഇനി 5 ദിവസമില്ലേ, അടുത്തത് നോക്കിയാ പോരെ? കന്നഡ പോലെ അടുത്ത നോക്കാം. മോളെ നീ വീട്ടിൽ പോയിട്ട് കുത്തിക്കൂടെ? നമ്മുടെ പാർട്ടിക്ക് ഇത്ര സ്വാധീനമില്ലാതെ ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കിയത്. പാർട്ടിക്കല്ല, എനിക്ക് സ്വാധീനം എന്ന് പറ. എനിക്ക് എനക്കാ സുധാര. എനിക്കാ കണ്ണ. ആ വേണ്ടാണ്ട് വെല്ലുവിളിക്കും ചെയ്തിട്ട് മനുഷ്യനെ മെനക്കെടുത്ത കണ്ണാ. അപ്പോ തോക്ക് അവർക്ക് കൊടുക്കുന്നുണ്ടോ മോനെ? വേറെ വഴിയില്ലല്ലോ അമ്മേ. എന്റെ ഒരു അഭിപ്രായത്തില് ഇപ്പൊ നമുക്ക് തോക്ക് കൊടുക്കാം. എന്നിട്ട് ഉത്സവം ആകുമ്പോൾ എന്തെങ്കിലും ഒരു കുഴിസ്റ്റൊപ്പിച്ചിട്ട് നമുക്ക് തിരിച്ചു മേടിക്കാം. അപ്പൊ പെണ്ണ് കാണുന്ന പരിപാടിയെല്ലാം നിർത്തിയാ? അതിന് ഇവര് പെണ്ണിട്ടണ്ടേ? നമുക്ക് ചന്ദ്രൻ എന്ന് വിളിച്ചാലോ? എന്നിട്ട് നമ്മൾ 3-4 പേര് പോവാ. ആ കുരിപ്പിന് ആ തോക്കങ്ങാണ്ട് കൊടുത്തേക്കാം. ഇത് നമ്മളല്ലാണ്ട് വേറെ ആരും അറിയരുത്. സുധാര ലേശ ഒളിപ്പുണ്ടാ എനിക്ക്. എന്നാ സുധാര, നീ ആ ബാലനെ ചന്ദ്രനെ ആരെന്ന് വെച്ചാൽ വിളിക്കും. നമുക്ക് നാളെ തന്നെ തോക്ക് കൊടുക്കാം. ബെറ്റ് തീരാൻ എന്തായാലും 5 ദിവസം കൂടെ ഉണ്ടല്ലോ. എനക്കും മടുത്തു. അല്ല കളി കണ്ണ മിണ്ടേ മിണ്ടേ മിണ്ടേ. ധനേഷ്. ഹലോ. ഞാനോ? എടോ സുധാര. ഹലോ ചന്ദ്ര, ഞാനാ പ്രഭാകരൻ. ഓ, നമ്മൾ തമ്മില് എന്തിനാടാ ഒരു വെറുപ്പും ഇതൊക്കെ? ഇനിയിപ്പോ തോക്ക് കൈമാറാൻ 5 ദിവസം ഇല്ലതാനും. ഓ, അതൊക്കെ നല്ല കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ഇന്നേക്ക് 5-ാം ദിവസം തോക്ക് ഇങ്ങന്നേക്കണം. അത് എന്താ പറ്റിയെന്നറിയോ? നമുക്ക് പാർട്ടിന്റെ ഒരു ടൂർ ഉണ്ട്. ഓ, നമ്മളെല്ലാരും നാളെ രാവിലെ പോകും. അപ്പൊ തോക്ക് വേണമെങ്കിൽ നാളെ രാവിലെ തന്നെ തരാം. ഇനിയിപ്പോ ബെറ്റ് തീരാൻ നിൽക്കണ്ടപ്പാ. ഓ, അങ്ങനെയാണ് കാര്യങ്ങളില്ലേ? അങ്ങനെയാണെങ്കിലേ എനിക്ക് ബാലേട്ടനോടൊന്ന് ചോദിക്കണം, എന്നിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം. ആയിക്കോട്ടെ. പിന്നെ നീ ആരെയും അധികം പറയാനും വിളിക്കാനും നിൽക്കണ്ട. നമ്മളൊരു 2-3 ആൾക്കാർ വരാം. നിങ്ങളും 2-3 ആൾക്കാർ വാ. ആ, എങ്ങനെയുണ്ട് ഐഡിയ? വർക്കായില്ലേ? എന്തായാലും ചോറ് വാർത്താൻ നിൽക്കണ്ട. നമുക്ക് വേഗം കൊടുത്തിട്ട് പോവാ. സുധാര, എല്ലാ നായ്ക്കളും ഉണ്ട്. ഞാനല്ലേ പോയി നാളെ. ഏതായാലും നനഞ്ഞ ഇനി കുളിച്ചു കയറാം. സുധാര, ഞാൻ കുളിച്ചിട്ടാ വന്ന്. ചെലക്കാണ്ട് പാടാ. മുന്നോട്ട് വെച്ച കാര്യം മുന്നോട്ട് തന്നെ വാ. ചേട്ടാ, എന്തായി സുധാര, നിങ്ങളെ പെണ്ണ് കാണല്ലോ ഈ നൂറ്റാണ്ടിൽ അങ്ങനെ നടക്കുവാ? വെറ്റ് തീരാൻ ഇനി 4 ദിവസം കൂടിയേ ഉള്ളൂ. അതിന്റെ ഇടയിൽ ഒരു 5-6 കൂടി പോയി പേടിപ്പിക്കടാ. അതിന് ഇന്ത്യ രാജ്യത്തിന് പേടിപ്പിക്കാൻ പെണ്ണുങ്ങളൊന്നും ഇല്ലല്ലോ. നീ വിദേശത്തോ മറ്റോ? തോറ്റിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ഒരേ നാട്ടുകാര് വാശി കാണിക്കേണ്ട കാര്യമില്ലല്ലോ. കുറെ കാലായില്ലേ ഞങ്ങ വെടിവെക്കുന്നു. എന്നാ പിന്നെ തുടങ്ങല്ലേ സുധാര? എടുത്തു കലയക്കാരാ. തോക്ക് എടുത്ത് തരുമോ?
വല്ല കാര്യം ഉണ്ടായി ഒരു കാര്യമില്ലായിരുന്നു. ഇതാ. വിദ്യേ മേടിച്ചോ? ഞാൻ അല്ല ഇവനാ മേടിക്ക് വിദ്യ അങ്ങോട്ട് അങ്ങോട്ട് എന്നോട് ചോദിക്കാൻ ആരാണ് നിന്നോട് തോക്ക് കൊടുക്കാൻ പറഞ്ഞത്? സുധാകര അടവറക്കല്ലേ. അടവാ? എന്തടവ്? ഇനി 4 ദിവസം സമയമുണ്ട്. അതിനുള്ളിൽ കല്യാണാക്കാൻ ഞങ്ങളുടെ പറ്റ്. മിണ്ടടാ നീ. ശരി, സമ്മതിച്ചു. കണ്ണന് പെണ്ണായി തെളിവ്? ഒരു തെളിവും തരുന്നില്ല. ഏതായാലും ഇത്രയ്ക്കായില്ലേ? ഇനി ഞങ്ങൾ 4 ദിവസം കഴിഞ്ഞിട്ട് തോക്ക് തരുന്നുള്ളൂ. അപ്പൊ കുരുത്തോലയും അപ്പൊ പടക്കവും അതിന്റെ പൈസയോ ഞങ്ങളോട് ചോദിച്ചിട്ടാണ് അതൊക്കെ ചെയ്ത്. നിങ്ങളോട് രണ്ടാളോട് വരാനല്ലേ പറഞ്ഞപ്പോ തരൂല. സുധാര, ആ സുധാകരൻ തന്നെ എന്തേ? ഇനി 4 ദിവസം ഓ കാണാം. കാണാം കാണാം. വാടാ. സ്ഥിരം പരിപാടി. ഇങ്ങോട്ടാ കളി. നമ്മളോട് വേറെ തോക്കില്ലാലോ. ലാൽസലാം ഗോപാലേട്ടാ, ഞാനാ RC. പാർട്ടി നീങ്ങിക്കൊണ്ടിരിക്കുന്ന വിഷമഘട്ടത്തെക്കുറിച്ച് ഞാൻ ബോധവാനാണ്. എത്രയും പെട്ടെന്ന് സഖാവ് കണ്ണനെയും കൂട്ടി സഖാക്കൾ കൂർഗിലെ ഒസനഹള്ളിയിലേക്ക് വരിക. ഇവിടെ എനിക്കറിയാവുന്ന ഒരു കുടുംബമുണ്ട്. ഞാൻ എല്ലാം പറഞ്ഞ് ശരിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കണ്ണനുമായി പുറപ്പെടുക. ലാൽസലാം. അപ്പൊ എങ്ങനെയാ സുധാര പരിപാടികള്? അല്ല, ഇന്ന് വൈകുന്നേരം തന്നെ പോകാനുള്ള പരിപാടി നോക്കാം. എന്നാ അതാ നല്ലത്. വൈകുന്നേരം വിട്ടോ. എന്താ ഓക്കെ അല്ലേ? സഖാവ് ഇന്ന് തന്നെ പോണോ? നമുക്ക് ഒന്നുകൂടെ അന്വേഷിച്ചിട്ട് പോയാ പോരെ? എന്തിന്? സഖാവ് ആർസി പറഞ്ഞത് നീയും കേട്ടതല്ലേ? ഇതിൽ കൂടുതൽ എന്തുറപ്പാ പാർട്ടി നിനക്ക് തരേണ്ടത്? സഖാവ് ഇങ്ങക്ക് ഇടയിരുന്ന് കുത്തിയിരുന്നെന്ന് പറഞ്ഞാൽ മതി. ഞാൻ അവളെ കണ്ടിട്ട് പോലുമില്ല. ഓക്കെ വല്ല ചട്ടോ മുടന്നോ കോങ്കണ്ണോ ഉണ്ടെങ്കിലോ? എന്റെ ജീവിതം വെച്ചിട്ടുള്ള കളിയാ. കെട്ടാൻ പോകുന്ന പെണ്ണിനെ കുറിച്ച് എനിക്കും കുറച്ച് സങ്കല്പല്ലുണ്ട്. അത് ശരി. അപ്പൊ നീ രണ്ടും കൽപ്പിച്ചന്നെ അല്ലേ? ആ അല്ലടോ, നീയും കൂടെ കൂടിയിട്ടല്ലേ പാർട്ടിന്റെ പേരിൽ വെല്ലുവിളിച്ചതും പെറ്റുവച്ചൊക്കെ? എന്നിട്ട് ഞാനൊന്നുമില്ല, ഇവനാ വെല്ലുവിളിച്ച. കണ്ണ നീ എന്നെ അന്നേരം നീ മിണ്ടിയോ? അതും അന്നേരം നിന്റെ സങ്കല്പമൊക്കെ നീ മറന്നുപോയോ? ഇപ്പം പാർട്ടി ഈ പ്രശ്നത്തിൽ നിന്ന് കരകയറാൻ സഖാവ് ആർസിനെ പോലെയുള്ള വലിയൊരു പോരാടി ഒരു വഴി കണ്ടുപിടിക്കുമ്പോ നീ ബേക്കെന്ന് പാരം വലിക്ക? കണ്ണ, പാർട്ടി നിന്നോട് നേരാമണ്ണ ഒരു കാര്യം പറഞ്ഞേക്കാം. പാർട്ടി കാണിച്ചു തരുന്ന പെണ്ണിനെ നീ മര്യാദക്ക് കിട്ടിക്കൊള്ളണം. ഇല്ലാച്ച എന്താ ഉണ്ടാവുന്ന നിനക്കറിയാലോ.